ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഏഷ്യസ് ക്രിയേഷൻസ്. ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കായ്പോളയുടെ റെസിപ്പിയുമായിട്ടാണ്. ഏത്തപ്പഴവും മുട്ടയും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു വിഭവമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കായ്പോള തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോൾ കുറച്ച് കാഷ്യൂ നട്ട്സ്, റൈസിൻസ്, ഞാനിവിടെ ബ്ലാക്ക് കളറുള്ള മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ കാഷ്യൂ നട്ടിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നു കഴിയുമ്പോഴും അതുപോലെ മുന്തിരിയൊക്കെ നന്നായിട്ട് പൊന്തി വന്നു കഴിയുമ്പോഴും നമുക്ക് ഇതിനകത്തുനിന്ന് കോരിയെടുക്കാം. ഇനി ആ ഒരു നെയ്യിലിട്ട് തന്നെ 2 ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം സൈസിലുള്ളൊരു ഏത്തപ്പഴമാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിനി ഇതിൻ്റെ ഫ്ലെയിം കുറച്ചിടുകയാണ്. അപ്പോൾ ഇത് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു മുട്ടയുടെ മിക്സ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതായത് ഇപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലിട്ട് മാറ്റാം. അപ്പോഴേക്കും നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് പഴന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പഴവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മുട്ടയും പഴവും കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഒരു പഴയ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു സോസ് പാനും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ സോസ് പാനിൽ കുറച്ച് നെയ്യൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ തയ്യാറാക്കി വെച്ച മുട്ടയും പഴവും കൂടിയുള്ള ഒരു മിക്സ് ഈ സോസ് പാനിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 12 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നിങ്ങളെടുക്കുന്ന സോസ് പാൻ്റെയൊക്കെ അനുസരിച്ച് സമയം കുറച്ച് വ്യത്യാസമൊക്കെ വരും കേട്ടോ. ഇതൊരു 7 ഇഞ്ചിൻ്റെ സോസ് പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതായിപ്പോൾ ഒരു സൈഡ് നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു പഴയ പാൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ട് തന്നെ ഇടണം കേട്ടോ. അപ്പോൾ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം വേണം അതിനകത്ത് ഇടാനായിട്ട്. എന്നിട്ട് ഇത് വീണ്ടും ഒന്നുകൂടെ മൂടി വെച്ച് വേവിക്കാം. ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അത് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആ ഒരു എന്താ പറയുക, നമ്മൾ ആ കറുത്ത മുന്തിരി എടുത്തുകൊണ്ടാണ് ഇത്ര ഒരു കളറിൻ്റെ ഇത് വന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ സാധാരണ ഒരു കളറുള്ള റൈസിൻസ് ഉണ്ടല്ലോ, അപ്പോൾ അത് എടുത്തേച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനാണെങ്കിലും. അതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.